പ്രിയരെ, നമ്മുടെ ഉള്ളത്തിൽ കുറ്റബോധം കിടക്കുവോളം നമുക്ക്, അല്ലെങ്കിൽ പാപം കിടക്കുവോളം നമുക്ക് ദൈവത്തിന് മുമ്പിൽ പ്രാഗൽഭ്യമില്ല, മനുഷ്യരുടെ മുമ്പിലുമില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ മനസാക്ഷിയെ കൂടുതൽ ബഹുമാനിക്കാം. ആ മനസാക്ഷിയിൽ കൂടെ നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തെ കൂടുതൽ ബഹുമാനിക്കാം. അപ്പോൾ ദൈവത്തെ അറിഞ്ഞവരും അറിയാത്തവരുമായിരിക്കുന്ന എല്ലാവർക്കും മനസാക്ഷി ഉണ്ടല്ലോ. ആ മനസാക്ഷിയാണ് നമ്മളെ ഇവിടെ ഇപ്പോൾ കുറ്റം വിധിക്കുന്നത്. എന്നാൽ നമുക്ക് ബുദ്ധിയുള്ളവരായിട്ട് തീർന്നുകൂടെയോ? നമുക്ക് ഈ വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൂടെയോ? അത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും ഉണ്ട്. അത് ആർക്കും ഒഴിവഴിവില്ല പ്രിയരെ, ആർക്കും ഒഴിവഴിവില്ല. അതായത് ഇന്ന് വരെ മരിച്ച എല്ലാ മനുഷ്യർക്കും ഈ ന്യായവിധിയുണ്ട്. അതുകൊണ്ട് ആരും ഉന്നതഭാവം കാണിക്കണ്ട. ഞാൻ നല്ലവനാണെന്ന് ആരും പറയുകയും വേണ്ട. നല്ലവനായിട്ട് ഒരുവനേ ഉള്ളൂ, അത് ദൈവം മാത്രം. ഇവിടെ പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നല്ലവൻ, ഞാനും അങ്ങനെ ആയിരുന്നു ഒരിക്കലും. പക്ഷെ ദൈവത്തെ അറിഞ്ഞപ്പോൾ എൻ്റെ പാപത്തെ പറ്റി എനിക്ക് ബോധം വന്നു. ബോധം വന്നപ്പോഴെന്താണ്, എനിക്ക് ആ ദൈവത്തിന് മുമ്പിലേക്ക് ചെന്ന് ആ രക്തത്താല് അവൻ എന്നെ കഴുകാനാണല്ലോ ക്രൂശിൽ മരിച്ചത്. ആ രക്തത്തിൽ ഞാൻ വിശ്വസിച്ചു, അവൻ എൻ്റെ പാപങ്ങളെ കഴുകിയെന്ന് എനിക്ക് ഉറപ്പ് കിട്ടി. അപ്പോൾ എന്താണ്, എൻ്റെ മനസാക്ഷി സമാധാനമുണ്ട്. എത്ര സിമ്പിളാണ് ദൈവം നമ്മളോട് കാണിച്ച കാരണം. പക്ഷെ അത് അംഗീകരിപ്പാൻ എന്താണ്, നമുക്കൊരു താഴ്മ മാത്രം മതി പ്രിയരെ. നിങ്ങൾ ഇങ്ങനെ താഴ്മയുള്ളവരായിട്ട് ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നു നിങ്ങൾക്ക് വേണ്ടി മരിച്ച, നിങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ കർത്താവിനായിട്ട് നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സമാധാനം ഉണ്ടാകും. ഈ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് കുടുംബത്തിനും സമാധാനം ഉണ്ടാകും. പാപങ്ങൾ വിട്ടുപോകും. നമ്മുടെ ജീവിതം സമാധാനപൂർണ്ണമാകും. ഈ ഭൂമിയിലും മരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കും. ഈ ഭാഗ്യപദവിക്ക് നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്.